നാളെ ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത, ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ ഭീതിജനകമായ ആ സമയത്ത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മതിന്മകൾ തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന 2 തസ്ബീഹുകളുണ്ട്. ആ തസ്ബീഹുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരോടും ഈ തസ്ബീഹ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കണ്ട സമയം മുതൽ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഇത്ര തവണയെങ്കിലും ഞാനത് പാരായണം ചെയ്യുമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നവര്, അങ്ങനെ പതിവാക്കാൻ കഴിയുന്നവര് ഇൻഷാ അല്ലാഹ് താഴെ എഴുതി അറിയിക്കണം. എത്ര തവണയാണെങ്കിലും കുഴപ്പമില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയത് 100 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി സാധിച്ചാൽ അത് വലിയ ഉപകാരമാകും. നാളെ പരലോകത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദുമാര് കേരളത്തിലുള്ള അല്ല ലോകത്തുള്ള മുഴുവൻ ദീനി സ്ഥാപനങ്ങളിലും അവർ ഈ ഒരു തസ്ബീഹ് മഗ്രിബിന്റെ മുമ്പ്, വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ധാരാളം സമയം എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലാറുണ്ട്. എല്ലാ ദർസുകളിലും എല്ലാ മതകലാലയങ്ങളിലും മഗ്രിബിന്റെ മുമ്പ് ഇത് ചൊല്ലുന്നൊരു പതിവുണ്ട്. സുബ്ഹിക്ക് ശേഷം ചൊല്ലുന്ന പതിവുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്കൊക്കെ ചൊല്ലാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ഇന്നും അതുപോലെ നമ്മുടെ ദർസിൽ അത് ചൊല്ലി വരുന്നു. ഒരുപാട് ദർസുകളിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ദഅ്വാ കോളേജുകളിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമുകള്, മജ്ലിസുകള്, കോൺഫറൻസുകള്, സമ്മേളനങ്ങള് അത് നടക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾക്കിത് ചൊല്ലുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു തസ്ബീഹിന് അത്രമേൽ പ്രാധാന്യം ഉണ്ടായത് കൊണ്ടാണ് അത് അത്രയും ചൊല്ലുന്നത് പതിവാക്കുന്നതും അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാടുകളിലൊക്കെ വന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് നമുക്കതിനുള്ള ഡേറ്റ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ ഇൻസ്റ്റഗ്രാമിന്റെ ID ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ബുക്കിംഗ് എടുത്തോ, അല്ലെങ്കിൽ അതിൽ തന്നെ വാട്സപ്പിന്റെ നമ്പർ ഉണ്ടാകും, അതുവഴി അയച്ചോ. നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്തതിന് ശേഷം മാത്രം, ടോക്കൺ നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ വരാൻ പറ്റൂ എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നാൽ ചിലപ്പോൾ കുറച്ച് സമയം നേരം വൈകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും 1-2 മണിക്കൂർ പറഞ്ഞതിനേക്കാളും ഡിലേ ആകാൻ പലപ്പോഴും സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ക്ഷമയോടുകൂടെ ഇരിക്കാൻ കഴിയുന്നവർ മാത്രമാണ് വരേണ്ടത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ഒരു വിഷയം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമുക്കൊക്കെ അറിയാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്റാണ്. ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. നാളെ മഹ്ശറാവൻ സഭയിൽ 1 മിനിറ്റ്, 1 മണിക്കൂർ, 1 മാസമൊക്കെ, വർഷങ്ങളോളം വലിയ വലിയ സമയങ്ങൾ ദൈർഘ്യം നമുക്ക് തോന്നുന്ന, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആ സമയം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്ന കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാക്കിൽ വളരെ ലഘുവായ 2 കലിമത്തുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്ന ആ തുലാസിൽ ഭാരം കൂടുന്ന ആ തസ്ബീഹ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിനെ ഇഷ്ടമുള്ള ആ 2 തസ്ബീഹുകളെ, ആ 2 കലിമത്തുകളെ. അത് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള തസ്ബീഹാണ്. അതങ്ങനെ തന്നെ ചൊല്ലി ശീലിക്കുക. അത് ഒന്നുകിൽ മഗ്രിബിന്റെ മുമ്പായിട്ട് 100 തവണ ഒരു തസ്ബീഹ് കൗണ്ടറോടെടുത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ സുബ്ഹിക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. ഒരു ദിവസം ഈ തസ്ബീഹ് ഒഴിവാക്കുന്ന ഒരു ദിവസം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിയ്യത്തെടുക്കാൻ കഴിയുന്ന തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിച്ചതൊക്കെ നമുക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിപ്പോകും അത്തരം സന്ദർഭങ്ങളിൽ.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എളുപ്പമാണ്. ഒരു തസ്ബീഹമാല എടുക്കുക. തസ്ബീഹമാല എടുത്ത് വളരെ റാഹത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നടക്കുന്ന സമയത്ത് ചൊല്ല, പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ചൊല്ല. കൗണ്ടറൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് ചൊല്ലി തീർക്കാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം നമുക്ക് ലഭിക്കുകയാണ് അല്ലേ. നല്ല ഖുശൂഅോടുകൂടെ, നല്ല ശുദ്ധിയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഉദ്യാനത്തിലോ ഗാർഡനിലോ പോയിരുന്ന് ചൊല്ല. അല്ലെങ്കിൽ എന്തു പണിക്കിടയിലും ചൊല്ലാലോ. നിങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും കിച്ചണിൽ പണിയെടുക്കുന്ന സഹോദരിമാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടിയിലുള്ള സഹോദരന്മാരാണ്, ഒരു ചെറിയ കൗണ്ടറോ അല്ലെങ്കിൽ വല്ലതും എടുത്തിട്ട് ഒന്നങ്ങ് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. അതൊരു ട്യൂണോടുകൂടെ ചൊല്ലിയാൽ നല്ല റാഹത്തുണ്ടാവും. നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ദിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അത് കാരണം റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ ഒരു നോട്ടം നമുക്ക് ലഭിക്കാൻ കാരണമാകണം. യഥാർത്ഥത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന സ്ഥലമാണ് ഹൃദയം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു നമ്മുടെ സൂറത്തിലേക്ക്, നമ്മുടെ ജിസ്മുകളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്കല്ല അള്ളാഹുവിന്റെ നോട്ടം. അതെത്ര മോടി പിടിപ്പിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ ആളുകളൊക്കെ കൂടുതൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു, ക്രീംസ് ഉപയോഗിക്കുന്നു അല്ലേ, സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു. ഈ സൺലൈറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അവര് ഈ ക്രീമൊക്കെ തേച്ചാൽ പുറത്തിറങ്ങാം, ഈ സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊക്കെ പുറംമോടി, ഈ പുറത്തുള്ള കാര്യങ്ങൾ റെഡിയാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഈ പുറത്തേക്കേ അല്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഹൃദയ സൗന്ദര്യമാണ് വേണ്ടത്. ഹേർട്ടിന്റെ ബ്യൂട്ടി എത്രത്തോളം മികച്ചതാവുന്നോ അത്രമേൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം അതിങ്ങനെ തസ്ബീഹുകള്, ഇസ്തിഗ്ഫാറുകള്, തഹ്ലീലുകളൊക്കെ ചൊല്ലുന്നതാണ്. അപ്പൊ ഇത് നല്ല റാഹത്തോടുകൂടെ ചൊല്ലുക. അപ്പൊ അള്ളാഹു നോക്കുന്ന സ്ഥലം, അള്ളാഹുവിന്റെ മല്ലർ എന്ന് പറഞ്ഞാൽ നോക്കുന്ന സ്ഥലം, അള്ളാഹുവിന്റെ മല്ലറാണ് നമ്മുടെ ഹൃദയം. അപ്പോ ആരെങ്കിലും, അപ്പൊ അള്ളാഹു നോക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അള്ളാഹു കാണുന്ന ഭാഗം ഹൃദയമാണ്, അള്ളാഹു കാണുന്ന സ്ഥലം ഹൃദയമാണ്. അള്ളാഹു ആ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ കാണുന്ന സ്ഥലങ്ങൾ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീനിൽ നമ്മൾ കൊണ്ടുനടക്കൂലേ. ഇപ്പൊ നമ്മുടെ സിറ്റ് ഔട്ട് അത് മറ്റുള്ളവരെപ്പോഴും വന്ന് കയറാൻ സാധ്യതയുള്ള, മറ്റുള്ളവർ കാണുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ നല്ല ശുദ്ധിയോടുകൂടെ അത് ക്ലീൻ ചെയ്ത് നീറ്റിൽ കൊണ്ടുനടക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പല ഭാഗങ്ങളും അങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ വൃത്തികേടാണെന്ന് നമ്മളെ കുറിച്ച് ധരിക്കുമെന്ന ധാരണയിൽ നല്ലോണം ക്ലീൻ ചെയ്യും. അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട, ഏറ്റവും കൂടുതൽ സാമീപ്യം തേടേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അള്ളാഹു കാണുന്ന സ്ഥലമാണത്. അത് വൃത്തികേടായിക്കൂടാ, അത് ശുദ്ധീകരിച്ചു കൊണ്ടു നടക്കണം എന്ന നിയത്തോടുകൂടെ ദിവസവും ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലി പതിവായി വരുന്നവരുണ്ടാകും, അവരും അറിയിക്കുക. ഇനി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവരും അറിയിക്കുക. മരിക്കുന്നത് വരെ ഞാനിത് ചൊല്ലുമെന്ന് തീരുമാനിച്ച നാളെ മഹ്ശറിൽ പ്രയാസപ്പെടാനില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇതിന് താഴെ ഒരുപാട് ആളുകളെ ഞാൻ ചൊല്ലൽ പതിവുണ്ട് എന്ന് എഴുതി അറിയിക്കുന്നവര്, ഞാനിതാ ഇന്നു മുതൽ ചൊല്ലാൻ വേണ്ടി പോകുന്നു, 100 തവണ എന്തായാലും ചൊല്ലാ എന്ന് എഴുതി അറിയിക്കുന്നവരും ഉണ്ടാകും. അള്ളാഹുവെ, അവർക്കൊക്കെ നീ ഈമാൻ സലാമത്താക്കി കൊടുക്കണം. അല്ലാഹ് എല്ലാവരും ആമീൻ പറയും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആയിരങ്ങൾ ആമീൻ പറയുമ്പോൾ അതിലൊക്കെ ഉൾപ്പെടാൻ സാധിക്കും. ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കും. അള്ളാഹുവെ, അവർക്കൊക്കെ നീ ഈമാൻ സലാമത്താക്കണം. അല്ലാഹ് മഹ്ശറയിൽ നീ തുണയാകണം. അല്ലാഹ് ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വലിഹായ അമലായി നീ ഖബൂലാക്കണം. അല്ലാഹ്, ഒരുപാട് ആളുകൾ നമ്മെ സഹായിക്കുന്നവരുണ്ട്, ധാരാളമായിട്ട് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു, എല്ലാവർക്കും ജീവിതത്തിൽ നീ വലിയ ഫത്ഹും സന്തോഷവും അഭിവൃദ്ധിയും സമാധാനവും നൽകണം. അല്ലാഹ്, ദിനേന 100 കണക്കിന് ആളുകൾ ഓരോ വിഷയങ്ങളും പറഞ്ഞ് ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ, രോഗങ്ങൾക്ക് ശിഫാ നൽകണേ, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ, ഉള്ള വീട്ടിൽ ബറക്കത്ത് നൽകണേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണം. അല്ലാഹ്, ജപ്തിയുടെ വക്കീലെത്തിയ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഇനി നല്ല വഴി തുറന്നു കൊടുക്കണം. അല്ലാഹ്,
നീ നല്ല വഴി തുറന്നു കൊടുക്കണം റഹ്മാൻ. ഞങ്ങളുടെ മക്കളുടെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ്. അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകണം അല്ലാഹ്, സമ്പൂർണ്ണ വിജയം നൽകണം റഹ്മാൻ. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മജ്ലിസാണ്. നല്ല രൂപത്തിലും ഓരോരുത്തരും കൃത്യമായി ആമീൻ പറഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി, വിർദുൽ ലത്തീഫ് ചൊല്ലി, ഹദ്ദാദ് റാത്തീബ് ചൊല്ലി നല്ല റാഹത്തോടു കൂടിയുള്ള മജ്ലിസ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.